ഹായ് ഹലോ മിഷനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് അവരുടെ മനസ്സറിയാം എന്നൊരു ടോപ്പിക്കിലാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വ്യക്തിയെ ചിന്തിച്ച് വീഡിയോ കണ്ടു നോക്കാം. ഇത് ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളെപ്പോഴാണ് കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ നോക്കാം. ഇതിൽ പറയുന്ന ഒരു കാര്യങ്ങളും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വ്യക്തമായ ഒരു എനർജി കാര്യങ്ങളൊക്കെ കിട്ടാനാണെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. ആരുടെ വീഡിയോസാണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് അവിടെ പോയി ഒരു റീഡിംഗ് എടുത്തിട്ട് ഗൈഡൻസ് തേടാം. നെഗറ്റീവും പോസിറ്റീവും വേണ്ടി അറിയാൻ വേണ്ടി ശ്രമിക്കുക. പോസിറ്റീവ് മാത്രം കേട്ട് അല്ലെങ്കിൽ ഇത്തരം വീഡിയോസ് മാത്രം കണ്ട് മൈൻഡിനെ സെറ്റാക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. ഇതൊരു ആശ്വാസമാണ്. പക്ഷെ നമുക്കൊരു കാര്യങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും വ്യക്തമായ ഒരു ഗൈഡൻസ് എടുത്തിട്ട് പോവുക എന്നാണ് പറയാനുള്ളത്. ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. നമ്മൾ റീഡിങ് ചെയ്യുന്നുണ്ട്. നമ്മൾ നെഗറ്റീവും പോസിറ്റീവും പറയും. സന്തോഷിപ്പിക്കലല്ല, നിങ്ങൾക്ക് ഗൈഡൻസ് തരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. താല്പര്യമുള്ളവർ മാത്രം സമീപിക്കുക. പിന്നെ അടുത്തായിട്ട് പറയാനുള്ളത്, നമുക്ക് ബ്രേസ്ലെറ്റുകൾ അവൈലബിൾ ആണ്. പലതരത്തിലുള്ള ടംബിൾ സ്റ്റോണുകൾ, അത് എന്താ പറയുക, പ്രണയത്തിന് വേണ്ടിയിട്ടുള്ളത്, പ്രണയം ആകർഷിക്കാൻ, ധനം ആകർഷിക്കാൻ വേണ്ടി, ബ്ലാക്ക് മാജിക് മാറാൻ, പിന്നെ വണ്ണം കൂട്ടാൻ, വണ്ണം കുറയ്ക്കാൻ, അങ്ങനെ പലതരം എല്ലാതരം മാർഗങ്ങൾക്കുള്ള ടംബിൾ സ്റ്റോണുകളും ഇത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട്. താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ആണെങ്കിൽ പേഴ്സണൽ റീഡിംഗ് എന്നും, ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ടംബിൾ സ്റ്റോൺ അങ്ങനെ കാര്യങ്ങളാണെങ്കിൽ അതും അതിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ചൊരു 10 കാർഡ് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് ഇരുന്ന് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രം കാണുക. അല്ലെങ്കിൽ ഇതിവിടെ സ്കിപ്പ് ചെയ്തേക്കാം, വിലപ്പെട്ട സമയം കളയാതിരിക്കുക. അപ്പോൾ കാരണം അതിലോട്ട് ഫോക്കസ് ചെയ്യാൻ പറയുന്നത്, നിങ്ങളൊരു പകുതി കേട്ടിട്ടുള്ള ഒരു തീരുമാനങ്ങൾ ഉചിതമാവില്ല. അതുകൊണ്ടാണ് വീഡിയോ കാണുമ്പോൾ പൂർണ്ണമായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറയുന്നത്. പലരും കംപ്ലൈൻറ്റ് പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഇംഗ്ലീഷിലാണ് വരുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു. അത് മനഃപൂർവ്വമല്ല, പക്ഷേ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് AI ശബ്ദം വരുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് എല്ലാം നമ്മൾ മാറ്റിയിട്ടുണ്ട്. കാരണം എൻ്റെ വീഡിയോസ് ഇട്ടാലും അധികം പേര് ഇപ്പോൾ കാണുന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഇംഗ്ലീഷ് ആയതുകൊണ്ട് അവർ മാറ്റിക്കളയുന്നതായിരിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു 10 കാർഡ് എടുത്തതിൽ എന്തൊക്കെയാണ് വരുന്നത് എന്ന് നോക്കാം. ഇതിൽ റിവേഴ്സ് കാർഡുകൾ കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. കാരണം ഇപ്പം നിങ്ങൾ ഏതൊരു വ്യക്തിയെ ചിന്തിക്കുന്നോ ആ വ്യക്തിയുടെ മനസ്സിലെ ആശയക്കുഴപ്പങ്ങളെയും തടസ്സങ്ങളെയാണ് ഈ കാർഡുകൾ കൂടുതലായിട്ട് വ്യക്തമാക്കുന്നത്. ടവർ കാർഡ് റിവേഴ്സാണ്. ആ വ്യക്തി വലിയൊരു മാനസിക തകർച്ചയെ അല്ലെങ്കിൽ ഒരു മാറ്റത്തിനെ ഭയപ്പെടുന്നുണ്ടാകാം. ഈ സമയത്ത് എല്ലാം തകിടം മറയോ എന്നൊരു പേടി കാരണം അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ് പറയുന്നത്. ഒരു സ്തംഭനാവസ്ഥ എന്ന് പറയാം. ഓക്കെ, ഹാങ്ങഡ് മാൻ റിവേഴ്സാണ് വന്നിട്ടുള്ളത്. കാര്യങ്ങൾ മറ്റൊരു രീതിയിൽ ചിന്തിക്കാൻ ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കാം. പഴയ ചിന്താഗതികളിൽ തന്നെ അവർ തളച്ചിടുന്ന ഒരവസ്ഥ കാര്യങ്ങളായിരിക്കാം. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾക്കായിട്ടൊരു വിട്ടുവീഴ്ച ചെയ്യാൻ അവർ തയ്യാറായെന്ന് വരില്ല. അത്തരൊരു സാഹചര്യത്തിനെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങളെ വ്യക്തിയായിട്ട് നോ കോൺടാക്റ്റോ ലെസ് കമ്മ്യൂണിക്കേഷനോ ബ്രേക്കപ്പോ, പിന്നെ നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസോ അങ്ങനെ എന്തും ഉണ്ടാകാം. ഇത്തരം കാര്യങ്ങളാലാണ് നിങ്ങളുടെ ആ ബന്ധം സ്റ്റക്കായി നിൽക്കുന്നത് എന്ന് നോക്കാം. ഈ ഒരു സമയം നിങ്ങളോടുള്ളൊരു മനോഭാവം എന്ന് പറയുന്നത് മദർ ഓഫ് സോർട്സും ഫാദർ ഓഫ് സോർട്സും വന്നിട്ടുണ്ട്. ഈ 2 കാർഡുകളും വരുന്നത് അവർ നിങ്ങളെ വളരെ യുക്തിപരമായിട്ട് നോക്കിക്കാണുന്നു എന്നാണ് പറയുന്നത്. കാരണം വികാരത്തിനേക്കാൾ കൂടുതൽ അവർ തലച്ചോറ് ഉപയോഗിച്ച് കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ടാകാം. അവർക്ക് നിങ്ങളോട് ബഹുമാനം ഉണ്ടാകാം. പക്ഷേ അവരിപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഡിഫെൻസീവ് മോഡിലാണ് എന്ന് തന്നെ പറയാം. സൺ ഓഫ് സോർട്സ് റിവേഴ്സാണ് വന്നിട്ടുള്ളത്. പെട്ടെന്നുള്ള എടുത്തുചാട്ടങ്ങൾ ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാനുള്ളൊരു സാധ്യതയില്ല എന്നാണ് പറയുന്നത്. സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അത് എങ്ങനെ തുടങ്ങണം എന്നൊരു പക്ഷേ അവർക്ക് ഇപ്പോൾ ഒരു ആശയക്കുഴപ്പമുണ്ടാകാം. അവർ മറച്ചു പിടിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്. പുറമേക്ക് ശാന്തനായി അല്ലെങ്കിൽ ശാന്തയായി കാണപ്പെടുന്നുണ്ടെങ്കിലും ഉള്ളിൽ അവർ വലിയൊരു വൈകാരികമായിട്ടുള്ള ഒരു പോരാട്ടം നടത്തുന്നുണ്ടാകാം. കാരണം സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ അവർ ഒരുപാട് പാടുപെടുന്നുണ്ടാകാം. 9 ഓഫ് വാൻസ് റിവേഴ്സാണ് വന്നിട്ടുള്ളത്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ പറഞ്ഞു, അവർ മാനസികമായിട്ട് വളരെയധികം തളർന്നിരിക്കുകയാണ്. പഴയ മുറിവുകൾ അവർ വേട്ടയാടുന്നുണ്ടാകാം. നിങ്ങളെ വിശ്വസിക്കാൻ ചിലപ്പോൾ അവർക്ക് ആഗ്രഹം ഉണ്ടാകാം. പക്ഷെ വീണ്ടും മുറിവേൽക്കുമോ എന്നൊരു പേടി അവർ പിന്നോട്ട് വലിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് കൂടുതലും ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം. അത്തരം സാഹചര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിലുള്ള തടസ്സങ്ങൾ എന്ന് പറയുന്നത് 4 ഓഫ് കപ്പ് റിവേഴ്സാണ് വന്നത്. അവർക്ക് ചുറ്റുമുള്ള സ്നേഹവും അവസരങ്ങളും കാര്യങ്ങളൊന്നും കാണാൻ കഴിയുന്നുണ്ടാവില്ല. മനസ്സ് മടുത്തിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കാം. നിങ്ങൾ നൽകുന്ന ഒരു സ്നേഹം പോലെ അവർക്ക് ഇപ്പോൾ തിരിച്ചറിയാൻ പറ്റാത്ത വിധം അവർ എന്താ പറയുക, അവരുടേതായ ഒരു ലോകത്തായിരിക്കാം. 2 ഓഫ് വാൻസ് റിവേഴ്സാണ് വന്നിട്ടുള്ളത്. ഭാവി കാര്യങ്ങളെക്കുറിച്ച് അവർക്കൊരു വ്യക്തതയില്ല.
എങ്ങോട്ട് പോകണം അല്ലെങ്കിൽ എന്ത് തീരുമാനിക്കണം എന്ന കാര്യങ്ങളിൽ അവർ പരാജയപ്പെടുന്നുണ്ടാകാം. വരാനിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഇത്രയും പ്രതിസന്ധികൾക്കിടയിലും ഒരു നല്ല വാർത്ത എന്ന് പറയുന്നത് കഠിനമായ ഒരു കാലം റിലേഷൻഷിപ്പിലുള്ള ഇത് മാറാൻ തുടങ്ങുന്നു എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. 5 ഓഫ് പെന്റക്കിളാണ് വന്നിട്ടുള്ളത്. ഒറ്റപ്പെടലിൽ നിന്നും സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മാനസികമായ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ അവർ പതിയെ പുറത്തു വരുന്നതായിട്ട് പറയുന്നുണ്ട്. കാരണം ചുരുക്കി പറഞ്ഞാൽ ആ വ്യക്തി വല്ലാത്തൊരു മാനസിക സമ്മർദ്ദത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാനോ മുന്നോട്ട് കൊണ്ടുപോകാനോ ഉള്ള ഒരു മാനസികാവസ്ഥയിലല്ല അവർ സ്വയം ഒന്ന് ശാന്തമാകാനുള്ള ഒരു സമയം ആവശ്യമാണ് എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ നിർബന്ധിച്ചോ സമ്മർദ്ദം ചെലുത്തിയോ അവരെ കൊണ്ടൊന്ന് ചെയ്യിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് കൂടുതൽ കാര്യങ്ങൾ വഷളാവും എന്നാണ് പറയുന്നത്. ഇതിൽ സോഴ്സാണ് കൂടുതൽ വന്നിട്ടുള്ളത്. കാരണം നിലവിൽ വികാരത്തിനേക്കാൾ ഉപരിയായി ചിന്തകളും ആശയവിനിമയത്തിലെ തടസ്സങ്ങളുമാണ് ഈ ബന്ധത്തിനെ നിയന്ത്രിക്കുന്നത് എന്നാണ് പറയുന്നത്. അവർ വ്യക്തിയുടെ ഒരു ഉപബോധ മനസ്സെന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ വലിയൊരു തകർച്ച നടന്നിട്ടുണ്ട്. അതൊരു പക്ഷെ നിങ്ങളുടെ ആയിട്ടുള്ളൊരു വഴക്കോ അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലെ പ്രതിസന്ധികളോ ആകാം. കാരണം ഈ ഒരു കാർഡ് തലതിരിഞ്ഞ് വന്നുകൊണ്ട് അവർ ആ മാറ്റത്തിനെ ഉൾക്കൊള്ളാൻ ഭയപ്പെടുന്നു എന്നാണ് പറയുന്നത്. തകർന്നു പോയ കാര്യങ്ങൾ വീണ്ടും പഴയപടിയാക്കാൻ പറ്റില്ല എന്ന് ചിലപ്പോൾ അവരറിയുന്നുണ്ടാകാം. പക്ഷെ അവരത് സമ്മതിക്കാൻ തയ്യാറാവുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ ഈ ഒരു അവസ്ഥയിൽ അവരൊരു ബലിമൃഗം ആവാൻ വേണ്ടി തയ്യാറാവുന്നുണ്ടാവില്ല. കാരണം അതായത് ഈ ഒരു ബന്ധത്തിന് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങൾ വിട്ടുകൊടുക്കാൻ അവർക്ക് താല്പര്യമില്ല. കാരണം അവർ എന്തോ ഒരു പ്രത്യേക കാര്യത്തിൽ, കരിയറാകാം, സാമ്പത്തികമാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകാം, ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ മാറില്ല അല്ലെങ്കിൽ നീ മാറണം എന്നൊരു ചിന്താഗതി ചിലപ്പോൾ അവരുടെ ഉള്ളിലുണ്ടാകാം. അല്ലെങ്കിൽ ആ സാഹചര്യം എത്ര ബുദ്ധിമുട്ടുള്ളതാണ്, അത് മാറാൻ ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞാലും ആ സാഹചര്യത്തിനെ നിർബന്ധപൂർവ്വം മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരവസ്ഥ. അവർക്ക് നിങ്ങളോടുള്ളൊരു നിലപാട് കാര്യങ്ങൾ പറയുമ്പോൾ മദറും ഫാദർ ഓഫ് ഹാൻഡ്സൊക്കെ ഒരുമിച്ച് വരുന്നത് വളരെ ചുരുക്കമാണ് എന്ന് തന്നെ പറയാം. ഇത് സൂചിപ്പിക്കുന്നത് അവർ നിങ്ങളൊരു തുല്യ പങ്കാളിയായിട്ടാണ് കാണുന്നത്. പക്ഷെ നിലവിൽ അവർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ വളരെ ക്രിട്ടിക്കലായിട്ടായിരിക്കാം പെരുമാറുന്നത്. കാരണം നിങ്ങളുടെ തെറ്റുകൾ കണ്ടുപിടിക്കാനും കുറ്റപ്പെടുത്താനും അവർക്ക് ഈ ഒരു സമയം വളരെയധികം എളുപ്പമായിരിക്കാം. സ്നേഹപ്രകടനത്തിനേക്കാൾ കൂടുതലായിട്ട് ഉപദേശിക്കാനോ അല്ലെങ്കിൽ അകലം പാലിക്കാനോ ആണ് അവർ ഈ ഒരു സമയം ശ്രമിക്കുന്നത് എന്ന് പറയാം. സൺ ഓഫ് സോഴ്സ് നമ്മൾ റിവേഴ്സിൻ്റെ കാര്യം പറഞ്ഞു. അവർ നിങ്ങളോട് എന്തൊക്കെയോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അത് പുറത്ത് വരുന്നത് തെറ്റായിട്ടുള്ളൊരു രീതിയിലായിരിക്കാം. ഓക്കെ, കള്ളം പറയുമോ അല്ലെങ്കിൽ സത്യം മറച്ചു വെക്കാനുള്ള സാധ്യത കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം നേരിട്ട് കാര്യങ്ങൾ പറയാനുള്ള ഒരു ധൈര്യം അവർക്ക് ഇതിൽ കുറവാണ്. ഓക്കെ, അവരൊരു വൈകാരികമായിട്ടുള്ളൊരു സംഘർഷം എന്ന് പറയുന്നത് അവർക്ക് നിങ്ങളോട് വലിയൊരു ആകർഷണം, ഒരു പാഷൻ ഉണ്ടാകാം. പക്ഷെ അവർ ആ വികാരത്തിനെ അടിച്ചമർത്തുകയാണെന്ന് പറയില്ലേ. കാരണം ഇപ്പം എന്താ പറയുക, ദേഷ്യമാണെങ്കിലും കാമാണെങ്കിലും വാശിയാണെങ്കിലും നിയന്ത്രിക്കാൻ അവർ വളരെയധികം ഒരു മനക്കരുത്ത് ഉപയോഗിക്കുന്നുണ്ടാകാം. കാരണം നിങ്ങളോട് സോഫ്റ്റായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ വീണ്ടും തോറ്റുപോകും എന്നൊരു ചിന്ത കാര്യങ്ങൾ. അതുപോലെ തന്നെ നിങ്ങൾ അവരെ വേണ്ട രീതിയിൽ അംഗീകരിക്കുന്നില്ല എന്നൊരു തോന്നൽ കാര്യങ്ങൾ അവർക്കുണ്ടാകാം. നിങ്ങൾ അവർക്ക് വലിയ വാല്യൂ കൊടുക്കുന്നില്ല എന്നൊരു തിരിച്ചറിവായിരിക്കും ഒരു പക്ഷേ അവരുടെ ഒരു സംഘർഷത്തിന് കാരണം. കാരണം അവർക്ക് നിങ്ങളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം മുമ്പ് ഈ ബന്ധത്തിലുണ്ടായ മുറിവുകൾ അവരിപ്പോഴും ഒരു ഓർക്കുന്നുണ്ടാവും. അത് വീണ്ടും ആവർത്തിക്കുമോ എന്നൊരു പേടി കാരണം എന്താ പറയുക, അവർ തന്നെ അതിനുള്ളിച്ചിരിക്കുന്ന ഒരു അവസ്ഥ കാര്യങ്ങൾ. നെക്സ്റ്റ് ഒരു 3 months ഫ്യൂച്ചർ എന്ന് പറയുകയാണെങ്കിൽ നിലവിലെ ഈ മടുപ്പിൽ നിന്നും വിരസതയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പതുക്കെ പുറത്തേക്ക് വരും. അവരാണെങ്കിലും നിങ്ങളാണെങ്കിലും നിങ്ങൾ നൽകുന്ന സ്നേഹം അവർക്ക് പതിയെ മനസ്സിലായി തുടങ്ങും. പക്ഷെ അതിന് കുറച്ച് സമയം എടുക്കുമെന്നാണ് പറയുന്നത്. കാരണം ഈ ഒരു ബന്ധം എങ്ങോട്ട് പോകണം, 2 of Wands ആണ് എന്ന കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനം ഉണ്ടാവില്ല. കാരണം പുതിയ പ്ലാനുകൾ മടിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഒരു അനിശ്ചിതാവസ്ഥ ഇതേപോലെ തന്നെ തുടരാനുള്ളൊരു സാധ്യതയുണ്ട്. സാമ്പത്തികവും വൈകാരികവുമായിട്ടുള്ള ഒരു വലിയ നഷ്ടത്തിൽ നിന്ന് നിങ്ങളാണെങ്കിലും അവരാണെങ്കിലും കരകയറാനുള്ള ഒരു സമയമുണ്ട്. നിങ്ങൾ തമ്മിലുള്ളൊരു ദൂരം കുറയാൻ തുടങ്ങും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പലതും തിരികെ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് 5 of Pentacles പറയുന്നത്. ഇപ്പം അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അതെ. പക്ഷെ അവരത് പുറത്ത് കാണിക്കുന്നുണ്ടാവില്ല. അവർക്ക് ഇപ്പോൾ അവരുടെ ഈഗോ ആയിരിക്കാം കൂടുതൽ വലുതായിട്ടുള്ളത്. അവർ തിരികെ വരുമോ എന്ന് ചോദിച്ചാൽ വരും. പക്ഷേ നമ്മളീ പറഞ്ഞ പോലെ ഒരു പഴയ ആവേശത്തോടു കൂടി ആയിരിക്കില്ല. വളരെ പതുക്കെ ആലോചിച്ച് മാത്രമാണ് നെക്സ്റ്റ് അവരിൽ നിന്നൊരു നീക്കം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുള്ളൂ. നിങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങളിപ്പോൾ അവരുടെ പുറകെ നടക്കാതിരിക്കുന്നതാണ് ബെറ്റർ. കാരണം സ്ട്രെങ്ത് കാർഡ് സൂചിപ്പിക്കുന്ന പോലെ നിങ്ങൾക്കും കുറച്ച് ആത്മനിയന്ത്രണം ആവശ്യമാണ്.
അല്ലെങ്കിൽ നിങ്ങൾക്കും അവർക്ക് കുറച്ച് ചിന്തിക്കാൻ കുറച്ച് സമയം നൽകുക എന്നതാണ് കാർഡുകൾ പറയുന്നത്. ഇതിൽ കപ്പിൻ്റെ കാർഡുകൾ വെച്ച് നോക്കുമ്പോൾ എന്താ പറയുക, വികാരങ്ങളൊക്കെ വറ്റി വരണ്ടിരിക്കുന്ന ഒരവസ്ഥയാണെന്ന് പറയാം. 4 ഓഫ് കപ്പ് മാത്രമേ വന്നിട്ടുള്ളൂ, അത് റിവേഴ്സാണ്. കാരണം ഇപ്പോൾ നിങ്ങളാ ചിന്തിക്കുന്ന വ്യക്തി വൈകാരികമായിട്ട് വളരെ വരണ്ട ഒരു അവസ്ഥയിലാണ്. കാരണം സ്നേഹം, മനോഹാരിത, റൊമാൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അവർ എന്താ പറയുക, ഒരു അതിജീവനം, ഒരു സർവൈവൽ സ്റ്റേജിലായിരിക്കാം. അല്ലെങ്കിൽ അവരൊരു സുരക്ഷ എന്നിവയ്ക്കാണ് ഒരുപക്ഷെ അവർ ഈ ഒരു സമയം മുൻഗണന കൊടുക്കുന്നത്. കാരണം നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കും തോറും അവർക്കതൊരു ബാധ്യതയായിട്ട് തോന്നാനുള്ള ഒരു സാധ്യത കാര്യങ്ങളെ പറയുന്നുണ്ട്. മദർ ഓഫ് സോർട്സിലും സൺ ഓഫ് സോർട്സിലും ഇതേപോലെ തന്നെ മൂങ്ങ ഇത് കാണാം, 2 പക്ഷികളെ കാണാം. മദർ ഓഫ് സോർട്സ് പറയുന്നത്, അവരുടെ മനസ്സ് പറയുന്നത് ജാഗ്രത പാലിക്കൂ, വിശ്വസിക്കരുത്, അല്ലെങ്കിൽ എന്താ പറയുക, ബുദ്ധിപൂർവ്വം പെരുമാറും എന്നൊരു മൈൻഡ് സെറ്റിലായിരിക്കാം അവരുടെ മൈൻഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഉള്ളിലൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എല്ലാം മറന്ന് പതിയെ എല്ലാം, അവർക്കൊരു ടൈമാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ആവശ്യം. ഈ 2 ചിന്തകളും തമ്മിലുള്ള ഒരു യുദ്ധമാണ് മെയിനായിട്ട് ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നടക്കുന്നത്. കാരണം അതുകൊണ്ടാണ് അവർ വളരെ സ്നേഹത്തോടെയും അടുത്ത നിമിഷം തന്നെ പരിക്കനായിട്ടും പെരുമാറുന്നത്. ഓക്കെ, അവർ നിങ്ങളെ എന്താ പറയുക, സ്ട്രെങ്ത് കാർഡ് പറയുന്നത് നിങ്ങളുടെ ഒരു വ്യക്തിത്വത്തിനെയോ അല്ലെങ്കിൽ നിങ്ങളോടുള്ളൊരു അവരുടെ അടങ്ങാത്ത ഒരു ആഗ്രഹത്തിനെയോ അവർ ഭയപ്പെടുന്നു എന്നാണ് അവർ പറയുന്നത്. കാരണം നിങ്ങളുടെ സ്വാധീനത്തിൽ ആയിക്കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഒരു നിയന്ത്രണം നഷ്ടപ്പെടുമെന്ന് അവർ കരുതുന്നു. കാരണം എന്താ പറയുക, ഒരു സിംഹത്തിനെ നിങ്ങൾ മെരുക്കാൻ ശ്രമിക്കുന്ന പോലെ നിങ്ങൾ അതിന് ശ്രമിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ മെരുക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് സാധിക്കാത്തത് അവർക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ടാകാം. ഇതിലെ ആശയവിനിമയം എന്ന് പറയുകയാണെങ്കിൽ അടുത്ത കുറച്ച് ദിവസത്തിനുള്ള അവർ ചിലപ്പോൾ നിങ്ങളോട് സംസാരിച്ച പോലെ അത് വളരെയധികം ഫോർമലായിട്ടായിരിക്കും സംസാരിക്കുന്നത്. മനസ്സ് തുറന്നിട്ടുള്ള ഒരു സംസാരമോ കാര്യങ്ങളോ പ്രതീക്ഷിക്കേണ്ട. കാരണം അവർ മേ ബി ഒരു ഫാദർ ഓഫ് സോർട്സിൻ്റെ ഒക്കെ എനർജിയിലായിരിക്കും അവർ നിൽക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടുള്ള കാര്യം, അവർ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ജോലി സംബന്ധമായോ വലിയൊരു പ്രതിസന്ധി നേരിടുന്നുണ്ടാകാം. അത് ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതായിരിക്കില്ല. ഈ ഒരു ടെൻഷനാണ് അവരെ നിങ്ങളിൽ നിന്ന് കൂടുതലും അകലം പാലിക്കുന്നത് എന്ന് പറയാം. പിന്നെ ടവർ കാർഡ് റിവേഴ്സ് ആയതുകൊണ്ട് ഈ ഒരു ബന്ധം പെട്ടെന്ന് അവസാനിക്കുന്നതല്ല. ഓക്കെ, തകരേണ്ട കാര്യങ്ങൾ എന്താ പറയുക, ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ് എന്ന് പറയാം. ഇത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ താൽക്കാലികമായി ആശ്വാസമാണെങ്കിലും ഇതിൽ കുറച്ച് മാറ്റങ്ങൾ വരേണ്ടതുണ്ട് എന്നാണ് പറയുക. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക, റിലേഷൻഷിപ്പിൽ പൊട്ടിത്തെറികൾ ഉണ്ടാവാനുള്ളൊരു സാധ്യത എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ ഒരു വെയിറ്റിംഗ് മോഡാണ്. ആംഗിഡ് മാൻ റിവേഴ്സാണ് വന്നത്. കാരണം നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം നിങ്ങൾ എത്രത്തോളം അവരെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നോ അത്രത്തോളം അവർ വഴുതി പോവുള്ളൂ. ഓക്കെ, നിങ്ങളിപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നിങ്ങളിപ്പോൾ സൈലൻ്റ് ആവുക എന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. മദർ ഓഫ് സോർട്സ് പോലെ തന്നെ വ്യക്തമായിട്ടുള്ളൊരു അതിർവരമ്പുകൾ നിശ്ചയിച്ച് അത്തരത്തിൽ പോകാം. ഈ പറഞ്ഞ വ്യക്തിയെ ഒരുപക്ഷെ നിങ്ങൾ വേണ്ട വിധത്തിൽ ഒരു എന്താ പറയുക വിലയോ കാര്യങ്ങളൊന്നും കൊടുക്കുന്നുണ്ടാവില്ല. അതേപോലെ തന്നെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം. അത്തരം കാര്യങ്ങളായിരിക്കാം ഇതിൽ ഇൻസെക്യൂരിറ്റീസ് ആയിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് ഇതിൽ നിറങ്ങൾ റെയിൻബോ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ ജീവിതം ഇപ്പോൾ വളരെ മെക്കാനിക്കലാണ്. അവർക്കൊരു സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നുണ്ടാവില്ല. കാരണം അവർക്ക് ലഭിക്കുന്ന സന്തോഷങ്ങൾ അവർ മനഃപൂർവ്വം തള്ളിക്കളയുന്നതാണ്. കാരണം അവർക്ക് സന്തോഷിക്കാൻ അർഹതയില്ല, അല്ലെങ്കിൽ സന്തോഷം താൽക്കാലികമാണ് എന്നൊരു നെഗറ്റീവ് ചിന്താഗതി അവരെ ഭരിക്കുന്നുണ്ടാകാം. അതൊരു കാര്യം ഉണ്ടാവാം. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ പങ്കാളിയായിട്ടല്ല, ഒരു എതിരാളിയായിട്ടായിരിക്കാം കാണുന്നത്. കാരണം അവർക്ക് നിങ്ങളെ തോൽപ്പിക്കണമെന്നല്ല, പക്ഷെ നിങ്ങളെക്കാൾ ഒരു പടി മുകളിൽ നിൽക്കണം എന്നൊരു വാശി ഉണ്ടാകാം. അവരുടെ സംസാരത്തിൽ ഇപ്പോൾ എന്താ പറയുക, സ്നേഹത്തിനേക്കാൾ കൂടുതൽ യുക്തിയായിരിക്കാം. ഓക്കെ, നീ ചെയ്തത് തെറ്റാണ്, അതുകൊണ്ട് ഞാനിങ്ങനെ പെരുമാറുന്നു എന്നൊരു ന്യായീകരണം ചിലപ്പോൾ അവർക്കുണ്ടാകാം. ഓക്കെ, ഓപ്പോസിറ്റുള്ള ആൾക്കാണെങ്കിൽ നീ കാരണമാണ് ഞാനിങ്ങനെ ആയത് എന്നൊരു മാനസികാവസ്ഥയായിരിക്കാം. പുറമേ അവർ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കരുത്തരായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവർ വല്ലാതെ പണത്തിൻ്റെ ആണെങ്കിലും ഇതേപോലെ മനസ്സമാധാനത്തിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ദാരിദ്ര്യമാണ് അനുഭവിക്കുന്നത് എന്ന് പറയാം. ഒറ്റപ്പെട്ടു പോയി എന്നൊരു തോന്നൽ അവർക്കുണ്ടാകാം. അവരാരോട് സഹായം ചോദിക്കുന്ന ഒരു വ്യക്തിയുടെ കാര്യങ്ങളായിരിക്കില്ല. അവരെന്താ പറയുക, അവരുടെ ഉള്ളിലെ ഒരു തകർച്ച പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവരൊരു മാസ്ക് ധരിച്ചിരിക്കുന്നതായിട്ടാണ് പറയുന്നത്. 5 ഓഫ് പെൻഡുകളൊക്കെ അതാണ് സൂചിപ്പിക്കുന്നത്. സ്ട്രെങ്ത് കാർഡ് പറയുന്നത് നിങ്ങളോടുള്ള ശാരീരികമായിട്ടുള്ളൊരു ആകർഷണം അവർക്ക് ഇപ്പോഴും ശക്തമാണ്. ഓക്കെ, പക്ഷേ ഈ ഒരു ആകർഷണത്തിനെ ഒരു ബാധ്യതയായിട്ട് കാണുന്നു എന്നാണ്. കാരണം അവർക്ക് അതിൽ നിന്നൊരു മോചനം വേണം എന്നുണ്ടാകാം. ഓക്കെ, അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്.
ഒരു 2 to 5 ആഴ്ചകൾക്ക് ചെറിയൊരു മാറ്റം പ്രതീക്ഷിക്കാം. പതുക്കെ പതുക്കെ നേരെയാകുന്നൊരു സമയമായിരിക്കാം. മഞ്ഞുരുകുന്ന പോലെ ചെറിയൊരു മാറ്റം. ഓക്കെ. കാർഡുകൾ പ്രകാരം നിങ്ങൾ മറ്റൊരു വ്യക്തിയേക്കാൾ കൂടുതൽ ഇതിൽ വേറെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുകയാണെങ്കിൽ കൂടുതലായിട്ട് അവരുടെ കരിയർ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പഴയൊരു ശീലമായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനിടയ്ക്കുള്ളൊരു വില്ലൻ. അവർക്ക് സ്വന്തം കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ കഴിയാത്ത, അല്ലെങ്കിൽ അതിലോട്ട് ശ്രദ്ധ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ കാര്യങ്ങളായിരിക്കാം. എന്താ പറയുക, ഈ ബന്ധത്തിൻ്റെ ഒരു ഭാവി എന്ന് പറയുന്നത് ഒരു കോമ സ്റ്റേജ്, മരിച്ചിട്ടില്ല പക്ഷെ അത്ര സജീവമല്ല എന്ന് പറയുന്ന പോലെ 9 of Wands ആണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് പൊരുതി തളർന്നുണ്ടാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പൊരുതുന്നത് നിർത്തിയാൽ മാത്രമാണ്, ചിലപ്പോൾ നിങ്ങളോ അവരോ ആരാണെങ്കിൽ അപ്പോഴും മാത്രമാണ് നിങ്ങൾക്ക് പരസ്പരം റിലേഷൻഷിപ്പിൻ്റെ വില മനസ്സിലാകുന്നുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം നിങ്ങളുടെ ഒരു ഊർജവും സ്നേഹവും എല്ലാം അവർ വലിച്ചെടുക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷെ പകരം നിങ്ങളൊന്നും കൊടുക്കുന്നുണ്ടാവില്ല. കാരണം 4 of Cups പറയുന്നത് അവർക്കെല്ലാം അടുത്തു എന്നാണ്. കാരണം നിങ്ങൾ അവരെ നിർബന്ധിച്ച് സ്നേഹിപ്പിക്കാൻ നോക്കിയാൽ അത് കൂടുതൽ ക്രൂരമായിട്ടുള്ളൊരു അവസ്ഥ കാര്യങ്ങളിലോട്ട് പോകാനാണ് സാധ്യത. ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ഇതൊരു മേ ബി കൂടുതലും കാർമിക് റിലേഷൻഷിപ്പ് ആവാം. പരസ്പരം എന്തൊക്കെയോ പഠിക്കാനായിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ഒന്നിച്ചത്. ഈ വ്യക്തിക്ക് നിങ്ങൾ വിട്ടുപോകാനും കഴിയില്ല, പക്ഷെ നിങ്ങളോടൊപ്പം സമാധാനത്തോടെ ജീവിക്കാനും പറ്റുന്നില്ല എന്നൊരവസ്ഥയായിരിക്കാം. കാരണം ഒരു കുരുക്കിൽ പെട്ടൊരവസ്ഥയായിരിക്കാം. വലിയൊരു തകർച്ചയിൽ നിന്ന് അവർ ചിലപ്പോൾ ജസ്റ്റ് രക്ഷപ്പെട്ടതായിരിക്കാം. അതിൻ്റെ ഒരു ട്രോമ അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകാം. അതുകൊണ്ടായിരിക്കാം നിങ്ങളോടും മനസ്സ് അവർക്ക് പൂർണ്ണമായിട്ട് തുറക്കാൻ പറ്റാത്തത്. പിന്നെന്താ പറയുക, ഇതേപോലെ തന്നെ തീരെ കഠിനഹൃദയനായിട്ടും അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കഠിനമായിട്ടുള്ള മനസ്സോടുകൂടിയും അല്ലെങ്കിൽ വികാരമില്ലാത്തൊരവസ്ഥയിലും നിയമങ്ങൾ പറയുന്ന പോലെയൊക്കെ ആയിട്ട് അവർ ചിലപ്പോൾ അഭിനയിക്കുന്നുണ്ടാകാം. ഈ പറയുന്ന പോലെ തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നൊരവസ്ഥ. അവർക്ക് ചിലപ്പോൾ നിങ്ങളെ പേടിയാണ്, ചിലപ്പോൾ നിങ്ങളുടെ ഒരു സ്നേഹം അവരെ കീഴടക്കുമോ എന്നവർ ഭയപ്പെടുന്നുണ്ടാകാം. ഓക്കെ. ഒരു എന്താ പറയുക, ഒരു നിയന്ത്രണം കാര്യങ്ങൾ, ഒരു നിയന്ത്രണം അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അതിനോട് നിങ്ങളോടൊരു ആകർഷണമുണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പോഴത്തെ നിങ്ങളായിട്ടുള്ളൊരു വഴക്കുകൾ വരെ അവർ ശാരീരികമായിട്ട് ഒരുപാട് തളർത്തുന്നുണ്ടാകാം. കാരണം അവർക്ക് ഇപ്പോൾ വേണ്ടത് ഒരു സ്നേഹമല്ല, വിശ്രമമാണ് എന്നാണ് പറയുന്നത്. ഈ ബന്ധത്തിലെ കാരണങ്ങൾ കാരണം പണമാവാം, കുടുംബപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളാകാം, കരിയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാകാം. ഇതൊരു 3 to 6 മാസത്തിനുള്ള സാമ്പത്തികമായിട്ടുള്ളൊരു മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അത് നിങ്ങളുടെ ബന്ധത്തിലും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാം. കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു അവസ്ഥയില്ല. അവർ തിരിച്ചു വരുമോ എന്ന് ചോദിച്ചാൽ ഉടനെ ഇല്ല, പക്ഷെ കുറച്ചും കൂടി സമയമെടുക്കും എന്നാണ് പറയുന്നത്. കാരണം ഈ റിലേഷൻഷിപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഈഗോ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ പലപ്പോഴും സംസാരിച്ച് ക്ലിയർ ആവാത്ത കാര്യങ്ങൾ പിന്നെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പൊന്തി വരുന്നുണ്ടാകാം. ഓക്കെ. ഒരു ചെറിയ ആശയവിനിമയം ഉണ്ടാകാം ചിലപ്പോൾ ഈ ഒരു വ്യക്തിയായിട്ട്, പക്ഷെ അത് ഗൗരവപരമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും ആയിരിക്കില്ല. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ 10 കാർഡുകളും പറയുന്നത് ഏറ്റവും നല്ലത് സൈലൻസ് ആണ്. കാരണം നിങ്ങൾ അവരെ തേടി പോകുന്നത് നിർത്തുക എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ നിങ്ങൾ എന്ത് സ്നേഹമല്ല എന്ത് കൊടുത്താലും അത് വാങ്ങാൻ അവർ തയ്യാറല്ല എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക, പോസിറ്റീവായിട്ട് നോക്കുക. അതിൽ റെമഡീസ് കാര്യങ്ങൾ പറയുന്നത് ബുധനാഴ്ചകൾ കാര്യങ്ങളിലൊക്കെ പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക, പച്ച നിറമുള്ള തൂവാല, അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതുന്നത് നല്ലതാണ്. ഞങ്ങൾക്കിടയിലുള്ള എല്ലാ തെറ്റിദ്ധാരണകളും നീങ്ങുന്നു, സ്നേഹപൂർണമായ സംസാരം സാധ്യമാകുന്നു എന്ന് നിങ്ങൾ ദിവസം ഒരു 21 തവണ പറയുന്നത്. ഇതൊക്കെ വർക്കാവുമോ എന്നറിയില്ല. വർക്ക് മീൻസ് നിങ്ങൾ എത്രത്തോളം അതിലൗട്ട് കൊടുക്കുന്നു അതനുസരിച്ചിരിക്കും നിങ്ങൾക്ക് അത് ലഭിക്കുന്നത്. കേൾക്കുമ്പോൾ 21 ദിവസം ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവുമോ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയിലും ഉണ്ടാവാം ഇത് കേൾക്കുന്നവർ. അപ്പം അതുകൊണ്ട് അതൊക്കെ നിങ്ങളുടെ വിശ്വാസമാണ്. വെള്ളിയാഴ്ചകളിൽ ഉപ്പിട്ട വെള്ളത്തിൽ കുളിക്കുന്നത് നല്ലതാണ്. കാരണം അത് നിങ്ങളുടെ ചുറ്റുള്ള നെഗറ്റീവ് ഊർജ്ജത്തിനെ നീക്കം ചെയ്യും. ആ വ്യക്തിക്ക് നിങ്ങളോട് മൃദുവായിട്ടുള്ളൊരു സമീപനം ഉണ്ടാവാൻ സഹായിക്കും എന്ന് പറയുന്നുണ്ട്. വെള്ളിയാഴ്ചകളിൽ, കാരണം ചെറിയ പെൺകുട്ടികൾക്കൊക്കെ നിങ്ങൾ മധുരപലഹാരങ്ങൾ ദാനം ചെയ്യുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. ശനിയാഴ്ചകളിൽ വൈകുന്നേരം വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് നെയ്വിളക്ക് തെളിയിക്കുക, തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. പിന്നെ നിങ്ങളുടെ കാർഡുകളിൽ കൂടുതലും പക്ഷികളായിട്ട് പറയുന്നത് കൊണ്ട് പക്ഷികൾക്ക് എന്താ പറയുക, നമ്മൾ ഭക്ഷണ സാധനങ്ങളോ വെള്ളമൊക്കെ നൽകുന്നത് ആ വ്യക്തിയുടെ മനസ്സിലെ ആശയക്കുഴപ്പങ്ങൾ മാറാനൊക്കെ സഹായിക്കും. ഇനി രാത്രി നിങ്ങൾ കിടക്കുന്ന സമയത്തൊക്കെ ആ വ്യക്തി നിങ്ങളുടെ മുമ്പിലിരുന്ന് വളരെ സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക ഒരു 5 മിനിറ്റൊക്കെ. അതൊരു പോസിറ്റീവ് എനർജി കിട്ടുമെന്ന് പറയുന്നുണ്ട്. കാരണം പിന്നെ ചെറിയൊരു കഷ്ണം എന്താ പറയുക, കറുവാപ്പട്ടയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് നിങ്ങളുടെ പേഴ്സിലോ തലയണയുടെ അടിയിലൊക്കെ വെക്കുന്നത് പ്രണയത്തിലെ തടസ്സങ്ങൾ നീങ്ങി ആകർഷണം വർദ്ധിപ്പിക്കാൻ സഹായിക്കും എന്നും പറയുന്നുണ്ട്.
കാർഡുകൾ പ്രകാരം ഈ ഒരു വ്യക്തി വല്ലാത്ത സമ്മർദ്ദത്തിലാണ്. അതല്ല, ഈ ഒരു സമയത്ത് നിങ്ങൾ അവരോട് പരാതിപ്പെടാനോ വഴക്കിടാനോ നിന്ന് കഴിഞ്ഞാൽ ഗുണത്തിനേക്കാൾ ഏറെ അത് ദോഷമാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ അത്തരം നോക്കാം. റോസ് കോട്സ് കല്ല് അത് കൈവശം വെക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ മുറിയിൽ വെക്കുന്നതോ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ആ വ്യക്തിയുടെ പേര് പറയാം. അവരുടെ ഹൃദയം എന്നോട് സംസാരിക്കാൻ പാകത്തിൽ മൃദുമാകുന്നു, ഞങ്ങൾക്കിടയിൽ സ്നേഹം പ്രവഹിക്കുന്നു ഇതൊക്കെ നമ്മൾ ഡെയിലി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു 11 തവണ പറയുന്നതൊക്കെ നല്ലതാണ്. ടവറിന്റെ എനർജി കാര്യങ്ങൾ പോകാൻ, കാരണം ഒരു വലിയൊരു നെഗറ്റിവിറ്റീനെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഓക്കെ, നിങ്ങളുടെ മുറിയിലെ ഉപയോഗശൂന്യമായ സാധനങ്ങളോ പൊട്ടിയ വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ നീക്കം ചെയ്യുക. തടസ്സപ്പെട്ട ഊർജം ഒഴുക്കി കളയാതെ സഹായിക്കും. ദിവസം വൈകുന്നേരം വീട്ടിൽ കർപ്പൂരം കത്തിച്ച് കാണിക്കുന്നത് ആ വ്യക്തിയുടെ മനസ്സിൽ അനാവശ്യമായിട്ടുള്ള ഭയങ്ങൾ നീക്കാൻ സഹായിക്കും. അമിതമായിട്ടുള്ള യുക്തിനെയാണ് കാർഡുകൾ പറയുന്നത്. ഇതിന് ആശയവിനിമയത്തിന്റെ ഗ്രഹം എന്ന് പറയുന്നത് ബുധനാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നത് ബുധനാഴ്ചകളിൽ എന്താ പറയുക, പശുക്കൾക്ക് പച്ചപ്പുല്ല് നല്ല, എല്ലാ വീട്ടിലും പശു ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും റെമഡീസ് നോക്കാം. അല്ലെങ്കിൽ പിന്നെ ആ വ്യക്തിയായിട്ട് നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുമ്പോഴോ പോകുമ്പോഴോ അല്ലെങ്കിൽ ഫോൺ ചെയ്യുമ്പോഴോ ഇളം നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രമിക്കുക. ഇത് സത്യസന്ധമായിട്ടുള്ളൊരു സംസാരത്തിന് വഴിയൊരുക്കും എന്ന് പറയുന്നുണ്ട്. അവർക്ക് നിങ്ങളെ വിശ്വസിക്കാൻ കഴിയാത്തത് പഴയ തരത്തിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മുറിവുകൾ കൊണ്ടാണ്. ഓക്കെ, അതിനൊരു പരിഹാരം എന്ന് പറയുന്നത് ഒരു പാത്രത്തിൽ അല്പം വെള്ളം എടുത്തിട്ട് അതിൽ അല്പം കുങ്കുമപ്പൂവോ മഞ്ഞളോ ചേർക്കുക. എന്നിട്ട് ആ വെള്ളത്തിലേക്ക് നോക്കി നിങ്ങളുടെ ബന്ധത്തിലെ നല്ല നിമിഷങ്ങൾ ഓർക്കുക. ശേഷം ആ വെള്ളം ഏതെങ്കിലും ചെടികൾക്ക് ഒഴിക്കുക. ഇത് ആ ബന്ധത്തിലെ പഴയ വിഷാംശങ്ങൾ നീക്കം ചെയ്യാൻ വേണ്ടി സഹായിക്കും എന്ന് പറയുന്നുണ്ട്. രാത്രിയിലുള്ള പരിഹാരം എന്ന് പറയുന്നത് അവരുടെ ഒരു ഉറക്കം, നിങ്ങളെ ചിന്തിച്ച വ്യക്തിയുടെ ഉറക്കം ശരിയല്ല എന്നാണ്. കാരണം നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നതിനേക്ക് മുമ്പ് ആ വ്യക്തിയുടെ ഒരു ഫോട്ടോ നോക്കി, ഫോണിലാണെങ്കിലും ഓക്കെ, ഒരു 2 മിനിറ്റ് സമാധാനത്തോടെ നോക്കുക. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിൽ നിങ്ങൾ പറയുന്നത് അവരുടെ ഉപബോധ മനസ്സിലേക്ക് പോസിറ്റീവ് തരംഗങ്ങളൊക്കെ അയക്കാൻ സഹായിക്കും എന്ന് പറയുന്നുണ്ട്. ഇതിനെ എന്ത് ചെയ്യുമ്പോഴും ക്ഷമ അത്യാവശ്യമാണ്. ഒറ്റയടിക്ക് മാറ്റം ഉണ്ടാവില്ല, ഫലം കിട്ടാൻ അല്പം സമയമെടുക്കാം. അപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും എന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ മനസ്സറിയാൻ എന്ന് പറഞ്ഞാൽ ഈ ബന്ധത്തിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളെയും ഞാൻ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ ട്രൈ ചെയ്ത് നോക്കുക. പേഴ്സണൽ റീഡിങ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറയും, ഇത്തരത്തിലുള്ള പരിഹാരങ്ങളും പറയും. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ യെസ് ആണോ നോ ആണോ, ചിലപ്പോൾ മേ ബി എന്നൊരു ആൻസർ ആവാം, അത് പറയും. പ്ലസ് ആ കാർഡിലൊരു എനർജി ഉണ്ടാവും, അത് പറയും. അതിനൊരു പരിഹാരം കാര്യങ്ങളുണ്ടെങ്കിൽ അതും പറയും. അത്തരത്തിലുള്ള ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഇത്ര 6 കാർഡോ 10 കാർഡോ 15 കാർഡോ ഒക്കെ എടുത്തിട്ട് ഇതേപോലെ തന്നെ ആ കാർഡിൻ്റെ എനർജിയും അതിലെ കാര്യങ്ങളും അതിലെ എന്താ പരിഹാരങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. അത്തരത്തിലാണ് നമ്മൾ റീഡിങ് ചെയ്യുന്നത്. പാസ്റ്റ് ലൈഫ് നമ്മൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ ആരായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ അറിയാനുള്ള കാർഡുകൾ നമുക്കൊരു 10 കാർഡ് നോക്കിയിട്ട് അതിൻ്റെ എനർജി എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. താല്പര്യമുള്ളവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ പേഴ്സണൽ റീഡിങ്ങിനാണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ ബ്രേസ്ലെറ്റ്, ടംബിൾ സ്റ്റോൺ എന്നിവയ്ക്കാണെങ്കിലും അതിന് തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. എന്തിനു വേണ്ടിയിട്ടാണെന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം. ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇപ്പോൾ നമ്മൾ ഓൾറെഡി തന്നെ അത് യൂട്യൂബിന് മെസ്സേജൊക്കെ അയച്ചിട്ട് ഇതേപോലെ തന്നെ എൻ്റെ ഇതുവരെയുള്ള എല്ലാ വീഡിയോസും ഇംഗ്ലീഷൊക്കെ ആയിട്ട് മിക്സായി കിടക്കുകയാണ്. അതുകൊണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഇനി തുടങ്ങി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതെല്ലാം നിങ്ങൾ ഏത് ഡിവൈസിൽ കണ്ടാലും അത് എൻ്റെ ശബ്ദത്തിൽ തന്നെയായിരിക്കും കേൾക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ താങ്ക്സ് യൂണിവേഴ്സ്. ബൈ ഫ്രം വിഷാനെ.